എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ദളപതി 69 എന്ന് പറയാൻ പറ്റില്ലല്ലേ. ഇനി എന്തായിരുന്നു പറയേണ്ടത്? ജനനായകൻ. അത് വരുന്നില്ല ഇങ്ങോട്ട്. അത് വരുന്നില്ല, അതാണ് ജനനായകൻ. ഇനി ശീലിക്കണം. ഓക്കെ, ജനനായകൻ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ 4 മണിക്കുണ്ട്. സംഭവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ലുക്ക് ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മള് റിയാക്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാട്ടോ ഇതിന്റെ സെക്കൻഡ് ലുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇത് വന്നു. എനിക്ക് തോന്നുന്നു രാവിലത്തെ അങ്ങ് ഏറ്റില്ല തോന്നുന്നു. ഏറ്റിട്ടില്ല, അതാണ് സത്യാവസ്ഥ. ഏറ്റിട്ടില്ല, അതായത് ഫസ്റ്റ് ലുക്ക് പോലും തോന്നുന്നില്ല. ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോലും നേട്ടമല്ല നമുക്ക് അത് തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, സാധാരണ വിജയുടെ ഫസ്റ്റ് ലുക്ക് ഒക്കെ ഭയങ്കര ഓളുണ്ടാക്കാറുണ്ട്. അതിന്റെ വേണമെങ്കിൽ ഒരു കണക്കെടുത്ത് തന്നെ പറയാം. പിന്നെ 100 ലൈക്ക് 100K ലൈക്ക് ലിയോന്റെ 12 മിനിറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ബീസ്റ്റ് 15 മിനിറ്റ്, വാരിസ് 17 മിനിറ്റ്, മാസ്റ്റർ 51 മിനിറ്റ്, ബിഗില് 80 മിനിറ്റ്. ഓക്കെ, ആ ആളുടെ ജനനായകൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇപ്പോഴും അത് 5 മണിക്കൂർ കഴിഞ്ഞു 100K ആവാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റതൊക്കെ ഇടുന്ന സ്പോട്ടിലായിരിക്കും. അതെ അതെ, ഒരു ലൈക്ക് അടിച്ചങ്ങ് പോകും. ഇത് അതിന് മാത്രമുള്ള ഒരു സാധനം അല്ലായിരുന്നു, അത് ഒരു നോർമൽ സാധനം മാത്രമല്ല. അതായത് ആളുടെ രാഷ്ട്രീയ പ്രൊമോഷൻ ആ രീതിയിലാണ് നമ്മളത് എടുത്തത്. ഓക്കെ, നിരാശയായിരുന്നു. അതെ, ആ ഒരു നിരാശ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും അതേ ദിവസം തന്നെ സെക്കൻഡ് ലുക്കും കൂടി വരുന്നത്. അതെ, അല്ലെങ്കിൽ ആൾറെഡി ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് ഫസ്റ്റ് ലുക്ക് എന്തായാലും ആ രീതിയിൽ എനിക്ക് മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ളത് ആഗ്രഹിച്ച് തന്നെ പുറത്തിറക്കുന്നു. പക്ഷെ സെക്കൻഡ് ലുക്ക് ശരിയായ ലുക്ക്, ഒരു വെറൈറ്റി ശരിക്കും കത്തിക്കാൻ അതായിരിക്കും മേ ബി വരുന്നത്. ഓക്കെ, അത്രല്ലേ വന്നിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊന്നും വലിയ അനക്കമില്ല. ഇത് വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വൈബ്രേഷൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ അയച്ചു തരും പിള്ളേര്. ഇത് ഒന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. സംഭവം ശരിക്കും ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ MGR. അതായത് ഫോട്ടോ ഫ്രെയിമിൽ നിന്ന് പുറത്തു വരുന്നു, ശേഷം ആള് രാഷ്ട്രീയത്തിലേക്ക്. ശരിക്കും ഇത് ഫസ്റ്റ് ഇറക്കിയിട്ട് മറ്റേത് രണ്ടാമത് ഇറക്കിയാൽ മതിയായിരുന്നു, അപ്പൊ കറക്റ്റ് ആയേനെ. അതായത് കണ്ടന്റ് വൈസ് എങ്ങനെയുണ്ട്? അത് ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനെയാണോ എല്ലാവരും തുമ്മാറ്? അല്ലല്ലോ, മനസ്സിലായി. ഒരു എഫക്ട് എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നുമില്ല, ചീറ്റിപ്പോയ തുമ്മലാണത് ശരിക്കും. എനിക്ക് തോന്നുന്നു ഒരേ ദിവസം തന്നെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഇറക്കിയിട്ട് ഊക്ക് വാങ്ങുന്ന രണ്ടും മോശമല്ലേ? രണ്ടും അതെ, ഇതിനേക്കാട്ടിലും ബെറ്റർ രാവിലെ ഇറക്കിയത് തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ, അതായത് ഇത് ഒരു ഫോട്ടോഷൂട്ട് സ്റ്റില്ല് പോലെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ഫ്രെയിം മാത്രം അവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ അല്ലേ, ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തത്. മറ്റേത് പിക്സാർട്ടിൽ അതിനേക്കാളും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് അത് ശരിക്കും ഇതിന്റെ ഇതില് ഇതിട്ടുണ്ട്, ഞാനാണ് ഇട്ടാൽ. അത് തന്നെ കറക്റ്റ് സാധനമാണല്ലേ. ഞാനത് കണ്ടിട്ടല്ലോ പാടിയത്. മനസ്സിലായോ? മനസ്സിലായി. നീ കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ഞാൻ നീ അത് കണ്ടിട്ടുണ്ടാവുന്നു കരുതി. ഞാനത് കണ്ടിട്ട് പാടിയതല്ല. ഓക്കെ, ഞാൻ ഈ ലുക്ക്, ഈ ഒരു പോസ് വന്ന അത് MGR ആണ്. ഈ ഒരു സാധനം ശരിക്ക് മറ്റേ എന്താ കത്തീന്റെയോ അതിന്റെ ഏതോ ഒരു ഫസ്റ്റ് ലുക്കിന്റെ ഇതേപോലെയാന്ന് പറഞ്ഞത് മൊത്തം. ഇത് പറയാനാണോ നീ ഇത് ഞാൻ ഇത് ഫോട്ടോ എടുത്താലല്ലേ അറിയുള്ളൂ. അറിയാം, എന്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞെടുപ്പുണ്ട് ഫോട്ടോ. പറഞ്ഞോ, അതിൽ ആ 101ാമത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ മുഖം വരെ എനിക്ക് ഓർമ്മ. ഞാൻ കണ്ടുപിടിച്ചു. 101 ഇല്ല, 101 ഞാൻ എണ്ണി പിടിക്കും. 1 2 3 4 5 ഇതിന്റെ റിയാക്ഷൻ അല്ല ഇവിടെ. അപ്പൊ റെഡ് ബാക്ക്ഗ്രൗണ്ടില് ഒരു ഫ്രെയിമും വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇത് ചാട്ടടിക്കുന്ന ഈ 2 ലുക്ക് പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടില്ലേ, ഇത് രണ്ടും എന്താ പറയാ ഒരേ ടൈമിൽ എടുത്ത ഫോട്ടോസാണ്. അതിൽ ബാക്കിൽ ആളെ കയറ്റി ഇതിൽ ബാക്കിൽ റെഡും ആക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതെന്താ ഒരു മെസ്സേജ് എന്താണ്? ഭരതനാട്യോ തേർഡ് ലുക്ക്. എന്തെന്നാ തേർഡ് ലുക്ക് 7 മണിക്ക്
നമ്മളിനി മെയിൻ ചെയ്യില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. നാളെ 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഇത് നാളത്തെ കിഴി എപ്പിസോഡിലുണ്ടാവും സത്യമായിട്ടും. ഇതെന്താണ് ഇത്, എന്തെങ്കിലും പറയാനും കൂടി വേണ്ട ഇത് ഇറങ്ങിയിട്ട്? അതല്ല പറയാൻ നമുക്ക് കഴിയും, എന്താ പറയാ, എന്തും പറയാം. എന്തെങ്കിലും പറയാനാണെങ്കിൽ ഓക്കെയാണ്. അതല്ല സംഭവം 7 നമുക്ക് എമ്പുരാൻ വരുന്നില്ലേ, പിന്നെ അപ്പോഴാണ് ഒരു രോഗം മാത്രം വിജയനെ പോലെ ഓരോരോ മാത്രം അങ്ങനെ എണീറ്റൊക്കെ അവിടെ. രാവിലെ സത്യമായിട്ടും ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോ എനിക്ക് ഉള്ളിൽ തോന്നിയത് തന്നെ വലിയ കുഴപ്പമില്ല, അവര് നോർമൽ ആയിട്ടുള്ള സാധനമായിരിക്കും, അതുകൊണ്ട് ഉദ്ദേശിച്ചായിരിക്കും. അപ്പൊ 4 മണിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം അതിനേക്കാളും ബെറ്റർ സാധനമായിരിക്കുമല്ലോ എന്തായാലും വരാനുള്ളത് സെക്കൻഡ് ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഇറക്കുമ്പോ. ഇതിപ്പോ ഇത് കണ്ടപ്പോ ഇത് അതും പോയി. എന്താണെന്നറിയോ നമുക്ക് കലിപ്പാവുന്നതെന്ന് വെച്ചാല് ഇത് ആളുടെ രാഷ്ട്രീയ പ്രവേശനം സംഭവിക്കുന്നതിന് മുൻപുള്ള ആള് സിനിമയിലൂടെ ഇതിന്റെ പ്രൊമോഷൻ ചെയ്യാണ്. ഇത് പക്ക മറ്റേ ഈ ഇലക്ഷന്റെ സമയത്ത് പോസ്റ്ററുകൾ ഒട്ടിക്കൂലേ, അതുപോലത്തെ സാധനല്ലേ ഇത്. കണ്ടൂലേ, പ്രൊമോഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിലും കലർത്തി. ഇത് ഒരിക്കലും ഒരു സിനിമേന്റെ പോസ്റ്ററായിട്ട് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല. അതും വിജയിനെ പോലെ ഒരു നടന്റെ അവസാന സിനിമേന്റെ പോസ്റ്ററുകൾ ഇതൊക്കെ പറഞ്ഞാൽ എന്തെന്നാണ്. അല്ല ലാസ്റ്റ് വൺ എന്നുള്ളത് ഇവര് ഹാഷ്ടാഗിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. മിക്കവാറും 70 വരാൻ സാധ്യത കാണുന്നുണ്ട്. 70 ഒക്കെ വരും മിക്കവാറും രാഷ്ട്രീയത്തിൽ നിന്ന്. അതിൽ നീ ഒന്ന് ചിന്തിച്ചോടാ. അതായത് ഒരു സിനിമ രാഷ്ട്രീയപരമായിട്ടാണോ, അതായത് ആളുടെ ആ രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യേണ്ടത്? ഗോട്ടിൽ തന്നെ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെങ്കട്ട് പ്രഭു ആ രീതിയിലുള്ള ആളും കൂടി ആയതുകൊണ്ട് ഓക്കെ. ഇത് എച്ച് വിനോദിനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ എച്ച് വിനോദ്, സ്റ്റോറി സ്ക്രിപ്റ്റ് ഡയലോഗ്സ് ഇതൊക്കെ വിജയനെ കൊടുക്കും. ഇതിനകത്ത് എപ്പോഴും പറയുന്നതാണ് ഈ രാഷ്ട്രീയവും കലയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. അതായത് അത് ഉൾപ്പെടുത്തരുത്. കോമഡിക്കോ അല്ലെങ്കിൽ ഒരു സിനിമേന്റെ കഥ പറഞ്ഞു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പോലെ അല്ലാതെ പുറത്തിറങ്ങുമ്പോ അല്ലെങ്കിൽ പേഴ്സണലി ഉള്ള സംഭവം ഇത് രാഷ്ട്രീയം ഇതിനകത്ത് കൂടി എനിക്ക് പുറത്ത് കാണിക്കണം എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ്. അതായത് ആളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ആള് അത് യൂസ് ചെയ്യുന്നു, മാത്രമല്ല അതൊരു പ്രചരണ അതാണ് പ്രശ്നം. തന്റെ രാഷ്ട്രീയം പുറത്തുവിടുന്നത് അതൊന്നും വിഷയമല്ല. ഇപ്പൊ സർക്കാരും കുറെ സിനിമകളിൽ ആളുടെ രാഷ്ട്രീയം ആള് പുറത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇത് ജീവിതം പക്കയായിട്ട് എടുത്ത് കൊണ്ടുവരികയാണ്. മറ്റത് സിനിമയായിട്ട് തന്നെ പോകുന്ന സംഭവമാണ്. അയാളെ എന്ത് കാണിക്കുന്നുണ്ടെങ്കിലും അത് സിനിമ എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അയാൾ അതിനകത്ത് കൂടി നല്ലത് പറയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും, അയാളെ രാഷ്ട്രീയം ശ്രമിക്കുന്നുണ്ടാവും, ഒക്കെ ഓക്കെയാണ്. അതായത് സർക്കാരില് നമ്മൾ കാണുന്ന ആ കഥാപാത്രമാണ്. അതെ, ഇവിടെ വിജയാണ്, വിജയുടെ രാഷ്ട്രീയമാണ്, വിജയുടെ പാർട്ടിക്ക് വേണ്ടി ആൾ എന്തൊക്കെ ചെയ്യുന്നത് കൂട്ടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതത് തന്നെയാണ്. അയാളുടെ പാർട്ടിക്ക് വേണ്ടിട്ട് അയാൾ പോസ്റ്റർ അടിച്ചിറക്കുന്നു, ഒരു സിനിമയുടെ പേരും അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നില്ല. ഇപ്പൊ 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് വരുമെന്ന്. ഒരു ദിവസം 3 പോസ്റ്ററൊക്കെ വിജയന്റെ ഏതെങ്കിലും കാലത്ത് വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതെങ്കിലും ഇതിവിടെ കാത്തിരിക്കുന്നു. വാരിസും വന്നിട്ടില്ല. ഇല്ല, അത് ഓരോ ദിവസത്തിലായിരുന്നു. ഓരോ ദിവസം ഓരോ ടൈമിലൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ലിയോന്റെ 6-7 ഒരു ദിവസം ഒന്ന്, പിറ്റത്തെ ദിവസം ഒന്ന്, അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇതിപ്പോ അടുത്ത വർഷം കണ്ട റിലീസ് പോലും അല്ലേ. എന്തോ ആട്ടെ സംഭവം വരുന്നതിന്റെ പോവാണല്ലോ ദൈവം, സത്യമായിട്ടും പറയാം. ഇത് കാണുന്നോണ്ടല്ലേ ഈ ദേഷ്യം കൂടെ വരുന്നത്. ഇല്ലേ നമുക്ക് ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇറക്കി ഇത് ശരിക്ക് ഇവിടുത്തെ പിള്ളേരോട് മറ്റേ ഇതില് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ സാധനം ചെയ്യാനാണെങ്കിൽ ഇതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. എടാ ഇതിനേക്കാളും ബെറ്റർ എന്തായിരുന്നു അറിയോ? 68 ഏത് ഗോട്ടില് നിർത്തിയാൽ മതിയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ആ ഒരു സാധനം ഇങ്ങനെ കലർത്തി അതിനുവേണ്ടി സിനിമ ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ജനനായകൻ എന്നുള്ള ടൈറ്റിൽ പോലും ആ രീതിയിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. അതിനല്ലേ അങ്ങനെ ടൈറ്റിൽ തന്നെ കണ്ടെത്തിയുള്ളത്. എന്തായാലും നന്നായിരിക്കുന്നു, അടിപൊളി, ഗംഭീരം, സൂപ്പർ, ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട്, മറ്റുള്ള വിശേഷമല്ല എമ്പുരാന്റെ ടീസറുമായിട്ട് ഇനി വരാം. ഒരു കോമഡി എന്താ പറയുക, സാധാരണ ആളുടെ ഒരു ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ടീസർ, ട്രailer ഇതൊക്കെ വരുമ്പോൾ സിനിമയുടെ ഹൈപ്പ് ഇങ്ങനെ ഓരോ അപ്ഡേറ്റിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നേരെ കൂപ്പുത്തി. സത്യം ഞങ്ങളുടെ മനസ്സിൽ ഇത് ചത്തു ഉത്തന താഴോട്ട്. ഇതിനേക്കാൾ നല്ല കേസരിയുടെ റീമേക്ക് ആയിരുന്നു. സത്യം അതാണെങ്കിൽ ഇതിനെക്കാട്ടിലും നമുക്ക് അർമാദിക്കാനുള്ള സാധനം ഉണ്ടാവും. സിനിമ ആ രീതിയിൽ കാണായിരുന്നു. ഇതിപ്പോ മൊത്തം ഫുള്ള് ആളുടെ
ഫുൾ ഭീകരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഡയലോഗ്സ് ഉണ്ടാവും, മനഃപൂർവ്വം ഇതേ അല്ലേ. ഇതിലും വേറെ എന്താ അറിയോ, മറ്റേ ഇത് കൂടിയില്ലേ, മറ്റേ എത്രയോ ലക്ഷം ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു ചെറിയ മാനാട് അത് വീഡിയോ എടുത്ത് വെച്ചിട്ട് അതങ്ങ് ഇറക്കി വിട്ടാ നിങ്ങൾക്ക് സിനിമയാന്ന് പറഞ്ഞിട്ട്. ഇതിലും വേറെ അതായിരുന്നു. അതാണ് ഈ രാഷ്ട്രീയം അതിനകത്ത് കൂടി പറയുന്നുണ്ട്. എന്തിനാണ് എച്ച് വിനോദിനെയൊക്കെ വിളിച്ചിട്ട്. അയ്യോ ഗംഭീരം. പോവാണ് ഓയ്. ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് വെച്ചിട്ട് ഇനി 1 മണിക്കൂറൊക്കെ പോവും. പക്ഷെ പറയുന്നതേ കൈ വിട്ടു. എന്തായാലും ഞങ്ങൾ പോവാണ്. ഇനി 7 മണിക്കുള്ള പോസ്റ്ററും കൂടി കാണാം, കണ്ട് ആഘോഷിക്കാം. അത് മിക്കവാറും വേറൊരു രീതിയിൽ നിൽക്കുന്നതായിരിക്കും. മിക്കവാറും കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ചിലപ്പോൾ ഞങ്ങൾ റിയാക്ഷൻ ചെയ്ത് വെക്കും, എന്നിട്ട് നാളെ ഇടും. അത് കൊള്ളാവുന്ന പരിപാടിയാണ്, നല്ല പരിപാടിയാണ്. ഓക്കെ, എന്തായാലും ഞങ്ങൾ പോട്ടെ. ബൈ. അല്ല ഇങ്ങനെ വിളിക്കാലോ, ചീത്ത വിളിക്കാലോ മോശമാണെങ്കിൽ. എന്നാലും ചെട്ടും ചെയ്യാം. എത്രയാ നേരത്തിട്ടാ വിളിക്കാന്ന് ഒന്നിനെ തന്നെ നോക്കിയിട്ട്.